ഇവിടെയാണ് ഈ മാനുകൾ വന്ന് നിൽക്കുന്നത്. ഇത് കാട്ടിൽ നിന്ന് വന്നതല്ലേ. ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഈ ഒരു ടൈമിലൊക്കെ ഞാനിങ്ങനെ പുറത്ത് നിൽക്കാനൊക്കെ എനിക്ക് പറ്റുന്നുണ്ട്. പുട്ടിനുള്ള പൊടി ഇവിടെ നനച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ആദ്യം ചിക്കൻ കറി റെഡിയാക്കാം. ആ ഇറച്ചിയിൽ കണ്ട ഉരുളക്കിഴങ്ങ് കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നാ, പ്രത്യേകിച്ച് ബീഫിലൊക്കെ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അല്ലേ. ഇവിടെ സ്ത്രീകളും പള്ളിയിലൊക്കെ പോകും തോന്നണേ, എനിക്കൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്കവിടെ ചെന്നിട്ട് അറിയാം അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളതല്ലേ. ഇത് കണ്ട, ഇതാണ് പള്ളി. പാത്തൂന് ഇതേ കുറേ ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല. അപ്പോൾ പിന്നെ ഞാൻ ഞെട്ടിപ്പോയി. മൊത്തം പാകിസ്ഥാനികളാണ്. എൻ്റെ പുട്ട് ഇറച്ചിയും ബാക്കിയാവുന്നതാണ് തോന്നുന്നു. എൻ്റെ തലയുടെ പകുതിയെ കാണുന്നു. വീഡിയോ എടുക്കാൻ ഇത്ര പരിമിതി അല്ല. വെളിച്ചെണ്ണയുടെ ഒക്കെ ടേസ്റ്റ്. ഇവിടുത്തെ ബർഗറൊക്കെ നല്ല സോഫ്റ്റാണ്. ഫുഡൊക്കെ ഇങ്ങനെ കളയാണ്. കാണുമ്പോൾ തന്നെ എന്തോ മാതിരി. അടിപൊളിയായിരുന്നു കേട്ടോ എന്നിട്ട് നോമ്പ് തുറന്ന്. ഹലോ, ഇന്ന് നോമ്പ് 19 ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇതിപ്പോൾ ഒരു ഉച്ചയ്ക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മെയിനായിട്ടുള്ള ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. വേറെ ഒന്നുമല്ല, ഞാനിന്ന് പുട്ടും ചിക്കൻ കറിയാണ് ഉണ്ടാക്കണത്. ഇപ്പോൾ നോമ്പ് തുറ പക്ഷേ ഞങ്ങൾ വീട്ടിലല്ല, പുറത്താണ് പോണത്. അത് എവിടെയാണെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ, നമ്മൾ മാനിനെ കണ്ടതും ക്യാരറ്റ് കൊടുത്ത ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണ്ട, ഇവിടെയാണ് കേട്ടോ സംഗതി കാണാണ്ട്. ഇവിടെയാണ് ഈ മാനുകൾ വന്ന് നിൽക്കുന്നത്. ഇന്നലെ രാത്രിയും ഉണ്ടായിരുന്നു കേട്ടോ മാനുകൾ. ഇപ്പോൾ വരുന്നുണ്ട്. ഇവർ ഈ പറയണത് അങ്ങനെ ഫുഡൊന്നും അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഈ അപ്പാർട്ട്മെൻറ്റ് ഇവിടെ നിയമം. കാരണം വെച്ചാൽ ഇങ്ങനെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ശല്യമായിരിക്കുമല്ലോ. ഇത് കാട്ടിൽ നിന്ന് വന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ കൊടുക്കാൻ പാടില്ലെന്നൊക്കെയാണ് പറയണത്. പക്ഷെ നമ്മളത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ പറയുക, ആകെ ഒരു നമ്മൾക്ക് അങ്ങനെ കണ്ടിട്ടില്ലല്ലോ, ഒരു അത്ഭുതമൊക്കെ തോന്നുമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കൊടുത്തത് അതുകൊണ്ടാണോ എന്നറിയില്ല. അത് പിന്നെയും ഇപ്പോൾ ഈ ഒരു പരിസരത്ത് കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അതിന് ഇന്നലെ രാത്രിയും വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഓറഞ്ചൊക്കെ ആയിട്ട് ഓടി ചെന്നപ്പോഴത്തേനും അത് ഓടിപ്പോയൊന്നുമില്ല, കുറച്ച് ഡിസ്റ്റൻസിലായിരുന്നു. പക്ഷെ അത് എന്നെ കണ്ടിങ്ങനെ സ്തംഭിച്ച് നിൽക്കണം. പിന്നെ ഇരുട്ടുമായിരുന്നല്ല, രാത്രി അല്ലായിരുന്നു. അപ്പോൾ അത് ഞാനതിങ്ങനെ കാണിച്ചു കൊടുക്കാൻ നിൽക്കുമ്പോഴത്തേനും അത് പിന്നെ പേടിച്ചിട്ട് അത് അങ്ങോട്ട് ഓടിപ്പോയി. അപ്പോൾ എന്തായാലും ഇനിയും വരും എന്ന് ഞാനിങ്ങനെ പ്രതീക്ഷിക്കണം. ഞാൻ ഇനി താഴേക്ക് പോകുമ്പോഴൊക്കെ കയ്യിൽ ഓറഞ്ച് കരുതാമെന്ന് വിചാരിച്ച്. ഓറഞ്ച് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് കഴിച്ചേനായിരുന്നു. ഞാൻ ഇന്നലെ കൊടുത്ത ക്യാരറ്റ് അത് വലിയ പീസായിരുന്നു. ചിലപ്പോൾ അത് നുറുക്കിയായിരുന്നെങ്കിലും അത് കഴിച്ചേനായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി താഴേക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് കയ്യിൽ ഓറഞ്ച് കരുതാം. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ നമുക്ക് നോക്കാട്ടെ, ചിലപ്പോൾ കിട്ടിയാലോ. അപ്പോൾ അത് ഇവിടെയാണ് അത് വരുന്നത്. ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പരിസരങ്ങളിലൊക്കെ ഇങ്ങനെ പോകും. അങ്ങനെയാണ് സംഭവം. അപ്പോൾ നമ്മൾ റോഡിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ പറയാറില്ലേ, മുമ്പത്തെ വീഡിയോയിലൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ വഴിയരികിലൊക്കെ ഇഷ്ടംമാതിരി മാനുകളെ കണ്ടിട്ടുണ്ട്. ഓടിപ്പോണതും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വണ്ടി ഇടിച്ച് കിടക്കണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലെന്നേ. ഞാനിങ്ങനെ ക്യാമറ ഓൺ ചെയ്യുമ്പോഴത്തേനും ഈ സാധനം അങ്ങോട്ട് ഓടി കാട്ടിലേക്ക് പോകും. അത് തന്നെയാണ്, ഒരിക്കലും അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ എപ്പോഴും ഓർക്കും ഇതൊന്നും നിങ്ങളെ കാണിക്കണമല്ലോന്നും. ഒരു ദിവസം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലായിട്ടേ, ഇവിടെ നിന്നാണ് തോന്നണത്, നടന്ന് അങ്ങോട്ട് കുറേ അങ്ങോട്ട് പോയി ഉള്ളിലായിട്ട് ഉള്ളൊരു രാത്രി വീഡിയോ ഞാനൊരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയുടെ ഇടയിൽ. അപ്പോൾ ഇത്തവണ ശരിക്കും അടുത്ത് കണ്ട, അതാണ് എനിക്കത് എത്രമാത്രം അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല കേട്ടോ. അത്ര ഹാപ്പി ആയിരുന്നു. കാരണം നമ്മുടെ കാട്ടിൽ നിന്നുള്ളൊരു മാനിങ്ങനെ വന്ന് അതിനിങ്ങനെ ഫുഡ് കൊടുക്കുക, അതിൻ്റെ അടുത്ത് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും ഞാൻ അതിന് ശേഷം ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ നോക്കലാണ് ഇവിടെ ഇങ്ങനെയൊക്കെ നിൽപ്പുണ്ടോ എന്ന്. നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് കാണാം. കാരണം ഈ കാടിനോട് ചേർന്നതിനുള്ളൊരു അപ്പാർട്ട്മെൻറ്റ് തന്നെയാണല്ലോ നമ്മുടെ. അപ്പോൾ നമുക്ക് ഇനിയും അത്തരം കാഴ്ചകൾ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിരിക്കണത്. ഇപ്പോൾ പകലായതുകൊണ്ട് നമുക്ക് കാട് ശരിക്കും തെളിഞ്ഞ് കാണാം കേട്ടോ. കാരണം പോരാത്തതിന് ഇപ്പോൾ ഈ വിൻ്ററൊക്കെ ആയതുകൊണ്ട് കാട് ഇലകളൊന്നുമില്ലല്ലോ, അപ്പോൾ ശരിക്കും കാണാം. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇന്നലെ രാത്രിയിൽ ഇപ്പോൾ വീണ്ടും 1 മണിക്കൂർ നമ്മുടെ എന്താ പറയുക, 1 മണിക്കൂർ കഴിഞ്ഞിട്ട്. അപ്പോൾ അതായത് ഞാനിപ്പോൾ എങ്ങനെ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നലെ രാത്രി നമുക്ക് 1 മണിയായപ്പോൾ വീണ്ടും 12 മണി അങ്ങനെയല്ലല്ലോ. ഇന്നലെ രാത്രി 12 മണിയായപ്പോൾ അത് വീണ്ടും 1 മണിയായി മാറി.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയി 1 മണിക്കൂർ. നമ്മുടെ ഇത്രയും നാളും 1 മണിക്കൂർ ബാക്കിലായിരുന്നു, ഇപ്പോൾ 1 മണിക്കൂർ പിന്നിലേക്കായി. അതിൻ്റെ അർത്ഥം ഇപ്പോൾ സ്പ്രിങ്ങിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയാം. തണുപ്പുണ്ട്, അപ്പോൾ മഞ്ഞൊന്നും ഇനി ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാം. ന്യൂ ജേഴ്സി ആയതുകൊണ്ട് തന്നെ തണുപ്പ് പൂർണ്ണമായിട്ടും മാറിയിട്ടൊന്നുമില്ല. എങ്കിലും ഈ ഒരു ടൈമിലൊക്കെ ഞാനിങ്ങനെ പുറത്ത് നിൽക്കാനൊക്കെ എനിക്ക് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെ പൂർണ്ണമായിട്ടും മാറിയൊന്നുമില്ല കേട്ടോ. മാർച്ചിലൊക്കെ തണുപ്പുണ്ടാവും. കഴിഞ്ഞ വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ ഒരു പകുതിയോട് കൂടിയാണ് ഇവിടുത്തെ തണുപ്പും മഞ്ഞൊക്കെ പൂർണ്ണമായിട്ടും മാറിയത്. അപ്പോൾ ഇക്കൊല്ലം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. സ്പ്രിങ്ങിലേക്ക് കടന്നാലും കുറച്ചങ്ങോട്ട് കഴിയും ഈ ഒരു തണുപ്പൊക്കെ മാറാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കിച്ചണിൽ പോകാം, മെയിനായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാം. അപ്പോൾ നോമ്പ് തുറ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താണ് പറയുക, ഞാൻ പിന്നെ പറയാം കേട്ടോ. നിങ്ങൾക്ക് തമ്പനയിൽ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, എന്നാലും വിശദമായിട്ടുള്ളതൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇനി ഞാൻ വർത്തമാനം പറഞ്ഞിരുന്നാൽ നേരം വഴുകും. കാരണം നമുക്ക് ഈ ഫുഡൊക്കെ ഒന്ന് വേഗം ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമുക്ക് ഇറങ്ങാനായിട്ട്. സമയത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ രാത്രി 12 മണി ആയപ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി അത് 1 മണിയായി മാറി. അതായത് 1 മണിക്കൂറും കൂടി നമ്മുടെ പോയിന്നർത്ഥം, മുന്നിലോട്ടായിന്നർത്ഥം. ഇപ്പോൾ ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കണ്ട, അതൊക്കെ തന്നെ സംഭവം. അപ്പം നമ്മൾ സ്പ്രിങ്ങിലേക്ക് കടന്നു എന്നൊക്കെയാണ് പറയണത്. പക്ഷേ അതിൻ്റെ ലക്ഷണമൊന്നും കാണണമെന്നില്ല. പതുക്കെ ആയിരിക്കുമല്ലോ തണുപ്പൊക്കെ മാറുള്ളൂ. നമ്മളിന്ന് ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. മെയിനായിട്ടുള്ള ഫുഡുകൾ മാത്രമേ ഉള്ളൂ. കാരണം പുറത്തു പോണത് കൊണ്ട് പലഹാരങ്ങളൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അതായത് വറപുരികൾ. പുട്ടിനുള്ള പൊടി ഇവിടെ നനച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം ചിക്കൻ കറി റെഡിയാക്കാം. ചിക്കൻ കറി ഉണ്ടാക്കണ വിധമൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കേസല്ലേ. അതുകൊണ്ടാട്ടോ ഞാനത് വിശദമായിട്ടൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഇറച്ചിക്കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. പക്ഷെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഉരുളക്കിഴങ്ങ് ഇട്ടില്ലല്ലോ എന്ന് ആലോചിക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. ആ ഇറച്ചിയിൽ വെന്ത ഉരുളക്കിഴങ്ങ് കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നാ, പ്രത്യേകിച്ച് ബീഫിലൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ ചിക്കനിലിടാന്ന് വിചാരിച്ച് ഇടാം. അവനൊരു 2 വിസിൽ വേവും. കാരണം ഇവിടുത്തെ ചിക്കൻ പെട്ടെന്ന് വേവും. നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഞാൻ എല്ലില്ലാത്ത ചിക്കനില്ലേ, അത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുമാതിരി കോൺഫ്ലവറും പിന്നെ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കറി വെക്കണേലും കൂടുതൽ ഇങ്ങനെ ആക്കണാണ്ട ഇഷ്ടം. ഓക്കെ, നമ്മളെ ചിക്കൻ ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ടാവും. അപ്പോൾ കേസ് നമ്മുടെ പണികളൊക്കെ ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പോകാനുള്ള പണി നോക്കാം. കേസ് നമ്മളങ്ങനെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതേ നോമ്പ് തുറക്കാൻ വേണ്ടി പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു പള്ളിയിലാണ് കേട്ടോ നോമ്പ് തുറക്കണം. തൊട്ടടുത്തെന്ന് പറയാൻ പറ്റൂല, കുറച്ചങ്ങോട്ട് പോകണം. ഒരു അരമണിക്കൂർ യാത്ര ഉണ്ടാവുമായിരിക്കും ആ പള്ളിയിലേക്ക്. വലിയൊരു പള്ളിയാണ്. ഞാനിവിടെ വന്ന ഇടയ്ക്ക് ആ പള്ളിയിൽ പോയൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ത്രീകളും പള്ളിയിലൊക്കെ പോകും തോന്നണം. ഞാൻ വെള്ളിയാഴ്ച കേട്ടോ ആ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിന്ന് അവിടെ പോയിട്ട് നോമ്പ് തുറക്കാം. അവിടെ എന്താണ് നോമ്പ് തുറക്കാൻ ആളുകളൊക്കെ എങ്ങനെയാണ് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് അറിയാം അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളതല്ലേ. അപ്പോൾ നമുക്ക് പോകാം. നേരം വഴുകി. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ദിവസം ഒരു 5:45-നും 6-നും ഇടയിലായിരുന്നു ബാങ്ക് കൊടുക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 1 മണിക്കൂറും കൂടി കഴിഞ്ഞെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 6:55-നാണ് ബാങ്ക് കൊടുക്കണത്. ഞാൻ പറഞ്ഞ മനസ്സിലായി എന്ന് വിചാരിക്കാൻ നേരത്തെ പറഞ്ഞില്ലേ സമയത്തിൻ്റെ ഒരിത്. ഇപ്പോൾ ഇന്ന് അങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളൊരു 6 മണി കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയേക്കണത്. അവിടെ ചെന്നിട്ട് എന്താണെന്ന അവസ്ഥയെന്നൊക്കെ നോക്കാം. ഇവിടെ കുറേ പിള്ളേർ കളിക്കാൻ ഇറങ്ങിയതിൻ്റെ സൗണ്ടാണ് കേൾക്കണം. എല്ലാവരും വണ്ടി കയറി. ഇവിടുത്തെ പള്ളിയിലൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്താണ് പരിപാടി എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. നോമ്പ് തുറ പരിപാടി ഉണ്ടോ? അപ്പോൾ എന്തായാലും നമുക്ക് പള്ളിയിലൊന്ന് പോയി നോക്കാം. എന്തെങ്കിലും വെള്ളവും കരക്കെങ്കിലും കിട്ടാതിരിക്കില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അഥവാ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പുറത്ത് പോയിട്ട് നോമ്പ് തുറക്കാം. അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്.
കാരണം നമ്മളൊക്കെ വീട്ടിൽ തന്നെയാണ് നോമ്പ് തുറക്കണം. ഇവിടെ അങ്ങനെ പള്ളികളിൽ പോയിട്ടൊരു നോമ്പ് തുറക്കുക അങ്ങനെ ഒന്നും നമുക്ക് അറിയില്ല കേട്ടോ. കാരണം നമ്മുടെ തൊട്ടടുത്തൊന്നും അങ്ങനെ പള്ളികളൊന്നും ഇല്ല. ഇത് തന്നെ ഇപ്പോൾ ഒരു അരമണിക്കൂർ ദൂരത്തിലാണ് ഈ ഒരു പള്ളി വരുന്നത്. അപ്പോൾ ഹൈവേയുടെ സൈഡിലായിട്ട് തന്നെയാണ് ഈ ഒരു പള്ളി. എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ സാധിക്കും ഈ ഒരു പള്ളി. അപ്പോൾ അതേ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണാണ്ട് ഒരു വൈറ്റ് പെയിൻ്റ് അടിച്ചേക്കണം, അതാണ് കേട്ടോ പള്ളി. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്, വലിയ പള്ളിയാണ്. അപ്പോൾ നമ്മളങ്ങനെ ആ കോമ്പൗണ്ടിലേക്ക് കിടക്കണേണ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഇത്രയൊക്കെ കാണിച്ചപ്പോഴെങ്കിലും പഴയ ആ ഒരു വീഡിയോ കണ്ടതായിട്ട് ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും ഇവിടെ അത്യാവശ്യം വണ്ടികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ 1 മണിക്കൂർ മുമ്പ് നേരത്തെ പോകുന്നേ, കാരണം ഇവിടുത്തെ എങ്ങനെയാണ് പരിപാടി ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത്തിരി നേരത്തെ പോകുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ച അത്ര വലിയ തിരക്കൊന്നും കാണണമെന്നില്ല, ചിലപ്പോൾ സമയം ആവണല്ലേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും. ഗൈസ് നമ്മളങ്ങനെ പള്ളിയിലെത്തിയിരിക്കുകയാണ്. ഇത് കണ്ട, ഇതാണ് പള്ളി. അത്യാവശ്യം ആളുകളൊന്നും കാണില്ല, പക്ഷെ വണ്ടികൾ കാണുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് പോകട്ടെ. ഇതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് ഒരുപാട് എൻട്രൻസ് ഉണ്ട്, മെയിനായിട്ട് എൻട്രൻസ് ഉണ്ട്, പിന്നെ അപ്പുറം സൈഡിൽ കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ ഏത് സൈഡിൽ നിന്നൊന്നുമില്ല, ഏതിലോ വേണമെങ്കിലും നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ എന്തായാലും ഞാൻ മെയിനായിട്ടുള്ള എൻട്രൻസ് വഴിയാണ് കേട്ടോ കിടക്കണത്. അപ്പോൾ അവിടെ അത്യാവശ്യം പുറത്തൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ട് തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ മേശ കസേരകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കലും അങ്ങനെയുള്ളൊരിതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെയൊക്കെ മറിച്ചുകൊണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേനും. നോക്കിക്കേ എൻ്റെ മക്കളെ, എന്താണ് ഇവിടെ സെറ്റപ്പ്, വലിയൊരു ഇഫ്താർ വരുന്നതാണ് കേട്ടോ ഇവിടെ ഇവർ സെറ്റാക്കി വച്ചേക്കണത്. ഞങ്ങൾ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേനും എന്തോരം സീറ്റും ഒക്കെയാണ് ഇവർ അറേഞ്ച് ചെയ്തേക്കണം. പക്ഷേ ആളുകൾ അങ്ങനെ അധികമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. പാത്തൂന് ഇതേ കുറേ ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്, കുറേ മിഠായികളൊക്കെ ഉണ്ട്. മിഠായി ആയിരുന്നാലും മൊത്തം ഗെയ്സ് നമ്മളങ്ങനെ അതേ ഇവിടെ സീറ്റിലിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ വിചാരിച്ച പോലെ ഒന്നുമില്ല, നിറച്ച ആൾക്കാരാണ്, ഫാമിലി ആയിട്ടൊക്കെയാണ് വന്നേക്കണത്. നമുക്കങ്ങനെ സീറ്റൊക്കെ കിട്ടി, ഇത്തിരി നേരത്തെ വന്നായിരുന്നു. ടേബിളിലൊക്കെ ഇങ്ങനെ ഈന്തപ്പഴവും മുന്തിരിയും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ലോട്ടറി ആയി പോയിട്ടാണ്. നമ്മൾ ഇത്രക്കൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു മനുഷ്യൻ നോമ്പുറക്കാനുണ്ടാവില്ല എന്നാ. അപ്പോൾ അതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി നമ്മൾ അവരോട് ചോദിച്ചു, ഇവിടെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണോ എന്ന് വെച്ചപ്പോഴാണ് അവർ പറഞ്ഞാൽ എല്ലാ ദിവസവും ഇല്ല, ഇന്ന് എന്തോ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇവർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും തിരക്കും ഇത്രയും വൈബൊക്കെ എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ ഇന്ന് എന്താ സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മദ്രസയും കൂടി ഉണ്ട്. അപ്പോൾ ആ പിള്ളേർ 1 വർഷം തികഞ്ഞതിൻ്റെ ആ ഒരു സെലിബ്രേഷൻ നടത്തണമാണ് ഈ ഒരു ഇഫ്താർ വിരുന്ന് എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അങ്ങനെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വേറൊരു സംഭവം പറയട്ടെ, ഈ ഇരിക്കണ എല്ലാവരും ഉണ്ടല്ലോ പാകിസ്ഥാനികളാണ്. എൻ്റെ പിന്നെ ഒരു ഇന്ത്യക്കാരൻ പോലും ഞങ്ങളല്ലാതെ. പിന്നെ വേറെ ഏതൊക്കെയോ രാജ്യത്തിലുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും പാകിസ്ഥാനികളാണ്. എന്തായാലും ഞങ്ങൾ ഞെട്ടിപ്പോയി, ഇത്രയും പാകിസ്ഥാനികൾ ഇവിടെ വന്ന് ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ സെറ്റപ്പൊക്കെ ചെയ്യണതേ ഒരു അത്ഭുതം തന്നെയല്ലേ. അങ്ങനെ അതേ നമ്മൾ നിസ്കരിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇഫ്താർ വിരുന്ന് ഒരുക്കണ ഭാഗത്താണ് ശരിക്കും സ്ത്രീകൾ ഇരിക്കണം. അപ്പോൾ അവിടെ ആ ഒരു ഭാഗത്ത് അങ്ങനെ ഇതൊക്കെ മേശയും കസേരയൊക്കെ ഇട്ടതുകൊണ്ട് ഇപ്പുറത്താണ് ഇവിടെ സ്ത്രീകളൊക്കെ, അതായത് ഒരു ഭാഗത്ത് ആണുങ്ങളും ഇവിടെ പെണ്ണുങ്ങളും, അങ്ങനത്തെ രീതിയിലാണ് അപ്പോൾ ഇന്നിപ്പോൾ നിസ്കരിക്കണത്. അപ്പോൾ അതിന് ശേഷം എന്തേ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, കാരണം ഫുള്ള് പാകിസ്ഥാൻ ഫുഡുകളൊക്കെയാണ്. ഇത് ഫ്രൈഡ് ചിക്കനാണ്. പിന്നെ അതിന് ശേഷം ഈ പൊതിഞ്ഞ് ഷവർമ പോലെ വെച്ചേക്കണത് സാൻഡ്വിച്ചാണ്. പിന്നെ ഇത് മട്ടൻ വിത്ത് റൈസ് ആയിരുന്നു കേട്ടോ, പിന്നെ സാലഡ്, അങ്ങനെ ഒരുപാട് ഫുഡുകളുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഞെട്ടി പണ്ടാരടങ്ങിയെന്ന് തന്നെ പറയാം. ഇത്രക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഫുഡൊക്കെ ഉണ്ടാവുമെന്ന്.
പിന്നെ അതേ ഇപ്പുറത്തെ സെക്ഷനിലായിട്ട് കണ്ടില്ലേ ഫ്രഞ്ച് ഫ്രൈസ്, സാലഡ്, പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ഫ്രൈഡ് ചിക്കൻ വെച്ചിട്ടുണ്ട്. പിന്നെ പിള്ളേർക്ക് സ്പെഷ്യലായിട്ട് ഇവിടെ പിസ്സ, അതുപോലെ തന്നെ ബർഗർ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതും ചിക്കനും മട്ടനും എല്ലാം ഉണ്ട്. അതാണ് ഏറ്റവും രസം. കണ്ടില്ലേ, ഇത് മട്ടൻ വിത്ത് റൈസാണ്. ഇതൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. എന്തോരം ഫുഡുകളാണെന്ന് അറിഞ്ഞാൽ നമുക്ക് വയറില്ലാത്ത കുറ്റമുള്ളൂ. നമ്മളൊന്നും നോമ്പ് പറഞ്ഞ് ഇതിന് മാത്രം ഫുഡുകളൊന്നും കഴിക്കില്ല. പക്ഷേ ഇവിടെ എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഫുഡുകൾ കഴിക്കണത്. പിന്നെ അതുപോലെ തന്നെ ഇത് ജ്യൂസിൻ്റെ സെക്ഷനാണ്. ഇത് പാക്ക്ഡ് ജ്യൂസാണ് കേട്ടോ. മാംഗോയും അതുപോലെ തന്നെ നാരങ്ങയാണ്, പിന്നെ പെപ്സിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഫുഡിൻ്റെ ആ മെയിനായിട്ടുള്ള ഐറ്റംസുകൾ. ഇഷ്ടമാതിരി ഫുഡുകൾ ഇട്ടിട്ടാ. എൻ്റെ പിന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഇത്ര പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഈ പള്ളിയിലൊക്കെ ഇത്രയും ഫുഡ് ഉണ്ടാവുന്നു. മൊത്തം പാകിസ്ഥാനികളാണ്, പക്ഷേ വലിയ തിരക്കില്ല കേട്ടോ. അധികം ആളുകളെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഞങ്ങളിവിടെ ഇനി ഇരിക്കണത് ചായയൊക്കെ കൊണ്ടുവന്ന് വെച്ച് ജ്യൂസ്, പെപ്സി ഇതൊക്കെ എടുത്തിന് മെയിൻ ഫുഡ് എടുക്കണുള്ളൂ. എൻ്റെ പുട്ട് ഇറച്ചിയും ബാക്കിയാവുന്നതെന്ന് പറഞ്ഞു. അപ്പം നമ്മളിതേ ഫസ്റ്റത്തെ ആ ഒരു ക്യൂവിൽ നിന്നിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസും സാലഡും പിന്നെ അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു വേറെ ടൈപ്പ് ഫ്രൈഡ് ചിക്കനാണ്. അതെന്ത് മോഡലാണെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇതുമാതിരി ഇരിക്കും ഫ്രൈഡ് ചിക്കനൊക്കെ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഫ്രൈഡ് ചിക്കനൊക്കെ കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, സാൻഡ്വിച്ചൊക്കെ എങ്ങനെയാണ് അതിന് ടേസ്റ്റ് വർണ്ണിക്കണ്ടേന്ന് പോലും എനിക്കറിയില്ല. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇവിടെയൊക്കെ നോമ്പ് തുറക്കാൻ നേരത്ത് ഈ പിസ്സയും ബർഗറൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഇതിനു മുമ്പും നോമ്പ് തുറക്കാനായിട്ട് പോയ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പിസ്സയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ബർഗർ ചിക്കൻ്റെയും ഉണ്ടായിരുന്നു, ബീഫിൻ്റെയും ഉണ്ടായിരുന്നു. എന്തായാലും പിള്ളേർക്കൊക്കെ കുശാലായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ നോക്കിക്കണ്ടേ സ്വീറ്റ്സ് ഉണ്ടായേ 2-3 ഐറ്റം. പക്ഷേ ഇതിൻ്റെ പേര് എനിക്കറിയില്ല. എന്തായാലും ഞാനിതിന് പായസം തന്നെയാണ് കേട്ടോ പേരിട്ടേണേ. ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ് അതിരിക്കണത്. എൻ്റെ തലയുടെ പകുതിയെ കാണുന്നു. വീഡിയോ എടുക്കാൻ ഇത്ര പരിമിതി. ഇതെന്താ സാധനം? ഇത് പായസം. നല്ല വെളിച്ചെണ്ണയുടെ ഒക്കെ ടേസ്റ്റ്. അത് തേങ്ങയുടെ ഒക്കെ. ഇവിടുത്തെ ബർഗറൊക്കെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് കണ്ടോ, ഈ 3 ഐറ്റം ഉണ്ട് സ്വീറ്റ്സ് ആയിട്ട് ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. എന്താകും പുഡിങ്ങോ പായസമോ എന്തൊക്കെയോ പോലെ ഇരിപ്പുണ്ടായിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ നോമ്പുതുറ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ എല്ലാ ദിവസവും അങ്ങനെ നോമ്പുതുറയൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോൾ ഇന്നിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വെറുതെ വന്ന് തിരിച്ചു പോകേണ്ടതായിട്ട് വന്നേനായിരുന്നു. പിന്നെ വെള്ളി ശനി ഞായർ ദിവസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ സ്പെഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇവിടെ നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞേ. പിന്നെ എൻ്റെ ബാക്കിൽ നോക്കിക്കണ്ടേ, നിറച്ച് പോലീസുകാരെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ. ഇവിടെ അങ്ങനെയാണ്. ഇവിടെയൊക്കെ എല്ലാ പള്ളികളിലും ഇങ്ങനെ ഫുള്ള് പോലീസായിരിക്കും. അത് ഏത് സമയത്ത് വന്നാൽ വെള്ളിയാഴ്ച ആയാലും അല്ലാതെ ഇപ്പോൾ റമളാനിൽ ഇപ്പോൾ നോമ്പിനൊക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ നോമ്പുതുറയൊക്കെ കഴിഞ്ഞു, നമ്മൾ ഇറങ്ങി. അവിടെ ഫുഡൊക്കെ ഇഷ്ടമാതിരി ബാക്കിയുണ്ട് കേട്ടോ. പക്ഷെ ആൾക്കാരൊക്കെ എന്താണ് എനിക്കറിയില്ല, ഫുഡൊക്കെ ഇങ്ങനെ കളയാണ്. കുറച്ചൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ കളയൂല്ലേ. ഇതവരൊക്കെ അതൊക്കെ തൂത്ത് വേസ്റ്റിലേക്ക് ഇടുക. കാണുമ്പോൾ തന്നെ എന്തോ മാതിരി. അടിപൊളിയായിരുന്നു കേട്ടോ എന്നിട്ട് നോമ്പ് തുറ. ഞാൻ പ്രതീക്ഷയില്ല എത്രക്ക് അടിപൊളിയാവുന്നത്. ഈ പള്ളിയിലെ നോമ്പ് തുറയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണോ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ മറ്റുള്ള പള്ളികൾ, അതായത് നമ്മുടെ പരിസരത്ത് വേറെ ഡെയിലി നോമ്പ് തുറ പരിപാടികളൊക്കെ ഉള്ള പള്ളികൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്കറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇവിടുത്തെ ഫംഗ്ഷൻ അടിപൊളിയായിരുന്നു. ഇവിടുത്തെ കുട്ടികളുടെ വകയായിരുന്നു. 1 വർഷം തികഞ്ഞപ്പോൾ ഉള്ള ഒരു സെലിബ്രേഷനാണ് നടത്തിയത്. ഇവിടെ അധികം അങ്ങനെ കുട്ടികളൊന്നും ഇല്ലെന്നാണ് കേട്ടോ തോന്നുന്നത്. മദ്രസയിൽ പഠിക്കാൻ എന്തോ 10-20 കുട്ടികളോളം ഉള്ളൂ എന്നാണ് തോന്നണം. എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ എന്തായാലും അവരുടെ വകയായിരുന്നു ഇന്നത്തെ പരിപാടി. അതുകൊണ്ടാണ് തോന്നണം ഓരോ കുട്ടികൾ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ മിഠായികളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഓരോ ഗിഫ്റ്റ് പോലെ. പാത്തൂനും കിട്ടിയിട്ടുണ്ടായിരുന്നു. പാത്തോടെ വന്നതുകൊണ്ട് തന്നെ ഫുള്ളും പാകിസ്ഥാനികളാണ് കേട്ടോ. എനിക്ക് കാണാൻ കഴിഞ്ഞ അങ്ങനെയാണ്, ഫുള്ള് പാകിസ്ഥാനികളാണ്. എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ ഈ രാത്രി ആയപ്പോഴത്തേനും പള്ളി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ, ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്ത് രസമാണ് കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള നോമ്പുതുറ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നുപോകില്ല കേട്ടോ. അപ്പോൾ ഇനി പുതിയ അമേരിക്കയിലെ വ്യത്യസ്തമായിട്ടുള്ള നോമ്പുതുറ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.